കുട്ടി എന്താ പറയുന്നത് ലെസ്ബിയനാണ്. അത് പാരൻസിന് അറിയില്ല. ഷീ ഹാസ് എ പാർട്ട്ണർ ദെയർ. അത് പറയുകയാണ് വേണ്ടത്. അതാണ് എൻ്റെ ജോലി. ഒന്നില്ലെങ്കിൽ ഇവൾക്ക് യു എസിൽ തന്നെ നിൽക്കാം, അല്ലെങ്കിൽ ഇവളോട് ആത്മഹത്യ കളയാൻ പറഞ്ഞേക്കും, എനിക്ക് കുട്ടിയെ വേണ്ട. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അച്ഛനും അമ്മയും വേറൊരാളെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. ഈ എന്ന് പറയുമ്പോൾ സൊസൈറ്റി മാറണം. അപ്പം എനിക്കിപ്പോൾ വിശക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വിശക്കണമെന്ന് പറയണ്ടേ? അല്ലാതെ അയാൾക്ക് ഇപ്പോൾ ഒരു മെന്നാണ് എൻ്റെ കൂടെയുള്ളെങ്കിൽ അയാൾക്ക് അവൾക്ക് വിശക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ കൊടുക്കുക എന്ന് പറയുന്ന അത്രയേ ഉള്ളൂ. ഇതും നിങ്ങൾ അങ്ങനെ ആരെങ്കിലും മോശമായിട്ട് വിധി എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ജഡ്ജ്മെൻറ്റിൻ്റെ കൂടെ പോകണ്ട. അത് അവരുടെ ജഡ്ജ്മെൻറ്റാണ്. ദാറ്റ്സ് നോട്ട് യു. ഡേറ്റിംഗ് ആപ്സ് വന്നപ്പോഴേ കുറച്ചും കൂടി ഈസി ആയെന്ന് എനിക്ക് തോന്നണേ എല്ലാ കാര്യങ്ങളും. ഇവിടുത്തെ പ്രശ്നം എന്നറിയാമോ, കമ്മിറ്റ്മെൻറ്റ്സ് ആണ്. ഒരാളെ ഞാൻ എൻ്റെ ജീവിതാവസാനം വരെ എൻ്റെ കൂടെ കൂട്ടുന്നു എന്ന് പറയുമ്പോൾ ഞാൻ സത്യത്തിൽ റെസ്പോൺസിബിൾ ആവണം. ഞാൻ എങ്ങനെ ഇതിനകത്തേക്ക് ആയിക്കഴിഞ്ഞാൽ എൻ്റെ കരിയർ പോയാലോ, എനിക്ക് ഞാനല്ലാതെ ആയി പോകേണ്ട വന്നാലോ, ഞാൻ ഇവിടെ പെട്ടുപോയാലോ, അതിനേക്കാളൊക്കെ എളുപ്പം ഡേറ്റ് ചെയ്യണമല്ലേ. ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഉടനെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുക, അല്ലെങ്കിൽ ആസിഡ് ഒഴിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ ടീനേജ് ആ ഒരു ട്രെൻഡ്. അങ്ങനെയായിരുന്നു. വി ഡോണ്ട് നോ അബൌട്ട് ആ സെക്ഷുവാലിറ്റി എന്നുള്ളതാണ്. ഗർഭിണിയായി പ്രസവിച്ച് കഴിഞ്ഞ് അല്ലെങ്കിൽ സിസേറിയൻ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം പിന്നെ കണക്ട് ചെയ്യാൻ പറ്റാതായി പോകുന്ന ഒരാൾക്കാരുണ്ട്. ഇപ്പോൾ ചില മദേഴ്സ് ആണെങ്കിലും കുഞ്ഞുങ്ങളുണ്ടായി കഴിയുമ്പോഴത്തേനും പിന്നെ അത് ഞാനൊരു ഭാര്യയാണെന്നുള്ളവർ മറന്നു പോകും. അവർ പിന്നെ ആ കുട്ടിയുടെ അമ്മ മാത്രമാവും. ഇവർക്ക് രണ്ടുപേർക്കും രണ്ട് പാർട്ട്നേഴ്സാണ്. ട്രസ്റ്റിന് ഒരു റൂളേ ഉള്ളൂ, അത് 0% അല്ലെങ്കിൽ 100%. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു കേട്ടതാണ്, ആത്മഹത്യ ചെയ്യാൻ പറഞ്ഞേക്കോ. ഇപ്പോൾ കഴിഞ്ഞൊരു ദിവസം എനിക്കൊരു വന്നൊരു കേസാണ്. ആ കുട്ടിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവരിപ്പോൾ IT ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. US ഇവിടെ ഇല്ല. അപ്പോൾ അവർ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു, ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മാം എനിക്കൊരു ഹെൽപ്പ് വേണ്ടതെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ എനിക്ക് എൻ്റെ പാരൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ഗൈഡൻസ് വേണം. അപ്പോൾ ആ കുട്ടി എന്താ പറയുന്നത് ലെസ്ബിയനാണ്. അത് പാരൻസിന് അറിയില്ല. ഷീ ഹാസ് എ പാർട്ട്ണർ ദെയർ. അത് പറയുകയാണ് വേണ്ടത്. അതാണ് എൻ്റെ ജോലി. നമ്മളൊരു കോച്ചിങ് സെഷൻ ഇരിക്കുമ്പോഴത്തേനുണ്ടല്ലോ, അവർ പറയുന്ന കൺസേൺ വിചാരിച്ചിട്ടാണ് നമ്മൾ കോച്ചിങ് സെഷന് കയറുക. ചില സമയത്ത് അതൊന്നും ആയിരിക്കില്ല അവരുടെ കൺസേൺ. ഇവിടെ ഇപ്പം എനിക്ക് ഇട്ടിട്ടെറിഞ്ഞ് പോരാനും പറ്റില്ല. അപ്പം പിന്നെ ഞാൻ കുറച്ചുകൂടി ഇപ്പം സൈക്കാട്രി ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് സംസാരിക്കാം എന്നൊരു രീതിയിലേക്കായി. അങ്ങനെ ഒരു സൈക്കാട്രി ഒരു ഡോക്ടർ ഒരു ഹെൽപ്പ് എടുത്തു. പുള്ളിക്കാരൻ ആ ഒരു വേർഷൻ പറയട്ടെ. അങ്ങനെ ഞങ്ങൾ 2-3 പേര് വെച്ചിട്ട് ഈ അച്ഛനോടും അമ്മയോട് സംസാരിക്കുകയാണ്. അച്ഛനും അമ്മ എന്ന് പറയുന്നത് നല്ല എന്താ പറയണ പഠിച്ചിട്ടുള്ള നല്ല ജോലിയിൽ നിന്ന് വിരമിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഇവർക്ക് 3 കുട്ടികളാണുള്ളത്. അപ്പോൾ അമ്മ ഇതെല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ, മാമി പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. ഒന്നില്ലെങ്കിൽ ഇവൾക്ക് US ൽ തന്നെ നിൽക്കാം, അല്ലെങ്കിൽ ഇവളോട് ആത്മഹത്യ കളയാൻ പറഞ്ഞേക്കോ, എനിക്ക് കുട്ടിയെ വേണ്ട. അപ്പം അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. മനസ്സിലാവണ്ട? അപ്പോൾ ഈ കുട്ടി ഇത്രയും പഠിച്ചിട്ടുള്ള ആൾക്കാരാണെന്ന് മനസ്സിലാക്കണം. ഞങ്ങളാണെങ്കിൽ ഈ കൊച്ചിന് വേറെ പ്രോബ്ലം ഒന്നും ഇല്ല. ഇതൊരു നാച്ചുറൽ പ്രോസസ്സിൻ്റെ ഭാഗമാണ്. അത് ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ 3 പ്രൊഫഷണൽസ് ഇരിക്കുകയാണ് അവിടെ. എന്നിട്ടാണ് അച്ഛൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷെ അമ്മ പറഞ്ഞതാണ്. അച്ഛൻ പറഞ്ഞത് അവള് ഞങ്ങളുടെ തീരുമാനം ലൗഡായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയണത്, ഈ കുട്ടി എത്ര പ്രിവിലേജ്ഡ് ആണ്. ഷീ ഈസ് ഓൾറെഡി ഹാവിങ് എ ജോബ്, സെക്യൂർ ജോബ്. അവൾ US ലാണുള്ളത്. അവിടെ ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. പക്ഷെ അച്ഛനും അമ്മ എന്ന് പറയുന്ന ആൾക്കാരെ എത്രത്തോളം വേണ്ടതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നത്. അതെത്ര പേർക്കുണ്ട്? ഇപ്പോൾ സാധാരണ ഒരു കുട്ടിയായിരുന്നെങ്കിൽ ഈ കുട്ടി എന്ത് ചെയ്യും? അവിടെ തന്നെ അല്ലേ? അല്ലെങ്കിൽ എന്ത് ചെയ്യും, അച്ഛനും അമ്മയും വേറൊരാളെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. അവരുടെ സെക്ഷൽ ലൈഫിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ വി ഹാവ് ടു, ഞാൻ പറയണേ വി എന്ന് പറയുമ്പോൾ സൊസൈറ്റി മാറണം. സൊസൈറ്റി മാറുകയാണെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടെ ബ്രോഡായിട്ട് മനുഷ്യനെ കാണാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ചില സമയത്ത് നമ്മൾ തന്നെ എന്ത് ചെയ്യും എന്നുള്ളൊരവസ്ഥയായി. ഇപ്പോൾ ഷീ വെന്റ് ബാക്ക്. പക്ഷേ ഇവർ ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. അങ്ങനെ സിറ്റുവേഷൻസ് ഉണ്ട്. ഓ മൈ ഗോഡ്. എന്തായാലും അച്ഛനും അമ്മയും തന്നെ പറയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ റിലേഷൻഷിപ്പ്, സെക്സ്, അതിലേക്ക് തന്നെ വരികയാണ്. ഇപ്പം നമ്മൾ ഒരു പാർട്ട്നേഴ്സിനെ എടുക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി ഇപ്പം സ്ത്രീകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഒരുപാട് കേട്ട ഒരു ടോപ്പിക്ക് തന്നെയായിരിക്കും ഇപ്പം പറയുന്നത്. ഇപ്പം സ്ത്രീകൾ തന്നെ സെക്സിന് വേണ്ടി ഇനീഷ്യേറ്റീവ് എടുക്കുക എന്ന് പറയുന്നത്. അതെപ്പോഴും പലയിടത്തും ഒരു ബാഡായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്.
അതെന്താ അവക്ക് അങ്ങനെ എന്താ ഞാനല്ലേ ഡോമിനേറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടാവും. അത് ഈ പറയുന്ന പോലെ ഇറ്റ്സ് അഗെയിൻ ഫ്രം ദ കണ്ടീഷനിങ്. അതായത് ഇപ്പോൾ സെക്സ് ആണെങ്കിൽ പോലും ഇതൊരു ബോഡി ഒരു ഫിസിക്കൽ നീഡാണ്. അത് എല്ലാവർക്കും ഉള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ അത് ഇപ്പോൾ എനിക്കിപ്പോൾ വിശക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വിശക്കണമെന്ന് പറയണ്ടേ. അല്ലാതെ അയാൾക്ക് ഇപ്പോൾ ഒരു മെന്നാണ് എൻ്റെ കൂടെയുള്ളെങ്കിൽ അയാൾക്ക് അവൾക്ക് വിശക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ കൊടുക്കാമെന്ന് പറയുന്ന അത്രയേ ഉള്ളൂ. ഇത് മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഫിസിക്കൽ ഉണ്ടത് പറയാൻ പറ്റുകയും വേണം. പിന്നെ അത് മോശമായിട്ട് കരുതുന്നു എന്നുള്ളത് നിങ്ങളുടെ ചിന്താഗതിയുടെ പ്രശ്നം മാത്രം, അല്ലാതെ അത് സ്ത്രീയുടെ പ്രശ്നമല്ല. പിന്നെ ഒരു പ്രായത്തിനനുസരിച്ച് നമുക്ക് മെനോപോസ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ശരീരത്തിൽ വരുന്നുണ്ട്. ഇപ്പം ഹീറ്റ് വേവ്സ് അടിക്കും, ലൂബ്രിക്കേഷൻസ് എല്ലാം ഉണ്ടാവും, ഭയങ്കര ഡ്രൈനെസ് ഉണ്ടാവും. ആ സമയത്തൊക്കെ നമുക്ക് ലിബിഡോ കുറഞ്ഞു വരാം. മനസ്സിലാവുണ്ടോ? അതേപോലെ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കൂടിയും വരും. PMSൻ്റെ അല്ലെങ്കിൽ PMEയുടെ കേസൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഫ്ലക്ച്വേറ്റിംഗ് ആണ് അതെല്ലാം. അതിനെ മനസ്സിലാക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റണം. അതിനാണ് നമുക്ക് പാർട്ട്ണർ തോന്നൊരാളുള്ളത്. മനസ്സിലാവുണ്ടോ? അല്ലാതെ ലേബിൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എത്രത്തോളം മാറേണ്ട ഒരു കാര്യമാണെന്നുള്ളതാണ്. അത് ഞാനീ പറയുന്ന പോലെ ഈ മെയിലെന്ന് പറയുന്ന ആ ഒരു ഡോമിനൻ്റ് ക്യാരക്ടർ അവരുടെ കണ്ടീഷനിങ്ങിൻ്റെ ഒരു അവസാനത്തെ ഒരു എന്താ പറയുക, ദേ ഹാവ് എ ലോട്ട് ഓഫ് ലക്ഷറി. ഇരിക്കുന്ന ഇടത്ത് ഭക്ഷണം കിട്ടുക, അതുപോലും അങ്ങനെയുള്ള കുഞ്ഞാണെങ്കിൽ ഒരുപാട് ലക്ഷറി ഉള്ള മനുഷ്യരാണ് അവർ. അപ്പോൾ അവർക്ക് ഈ പറയുന്ന പോലെ ഞാൻ തന്നിട്ട് നീ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞൊരു ഐഡിയോളജിന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ പ്രശ്നമുള്ളൂ. അല്ലാതെ നമുക്ക് വേണ്ടൊരു സാധനം ആരാണെങ്കിലും ചോദിക്കുന്നതിന് ഇപ്പം എന്താ കുഴപ്പം? നീ ചോദിച്ചാൽ തരാൻ പറ്റുന്ന ഒരു സാധനമാണെന്നുള്ളത് വേറെ കാര്യം. മനസ്സിലാവുണ്ട്. പക്ഷെ എനിക്കൊരു നീഡ് ഉണ്ടെന്ന് പറയുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. അത് നിങ്ങളെ തെറ്റാണെന്ന് മുദ്ര കുത്തുന്നത് യു ഡോണ്ട് നീഡ് ടു അക്സെപ്റ്റ് ഇറ്റ്. ദിസ് ഇസ് മൈ നീഡ്. ഇപ്പം നിങ്ങൾക്കൊരു സാരി വേണമെങ്കിൽ നിങ്ങൾ പറയില്ലേ? തീർച്ചയായും. നിങ്ങൾ സിനിമയ്ക്ക് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ പറയില്ലേ? അത്ര തന്നെ ഉള്ളൂ. ഇതും അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. അതിനങ്ങനെ കണ്ടാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ അങ്ങനെ ആരെങ്കിലും മോശമായിട്ട് വിധി എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ജഡ്ജ്മെൻറ്റിൻ്റെ കൂടെ പോകണ്ട. അത് അവരുടെ ജഡ്ജ്മെൻ്റാണ്. ദാറ്റ്സ് നോട്ട് യു. ഓക്കെ. ആക്ച്വലി ഇപ്പോൾ ഒരു ന്യൂ വേൾഡാണ്. അപ്പോൾ ഈ ഒരു ന്യൂ വേൾഡിൽ നമുക്ക് ഇപ്പം റിലേഷൻഷിപ്പിനാവാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. ഇപ്പം ഡേറ്റിംഗ് ആപ്സ് അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ഈ ഡേറ്റിംഗ് ആപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ റിലേഷൻഷിപ്പിനെ റീഡിഫൈൻ ചെയ്യുന്നുണ്ടോ? അപ്പം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ആ ഒരു ബോണ്ടിങ്, ആ ഒരു ഇൻറ്റിമസി എന്നുള്ളൊരു ചേഞ്ചസ് ഒരുപാട് കൊണ്ടുവരുന്നുണ്ടോ? ഡേറ്റിംഗ് ആപ്സ് വന്നപ്പോഴേ കുറച്ചും കൂടി ഈസിയായെന്ന് എനിക്ക് തോന്നണേ എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രണയങ്ങളിൽ പോയി ചാടുകയാണ്, മോശം പ്രണയങ്ങളാവുകയാണ്, അത് കുഴപ്പമാവുക. ഇപ്പോൾ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ കുഴപ്പങ്ങളല്ല. അപ്പോഴും പാരൻ്റൽ എന്താ പറയുന്നത്, കടന്നുകയറ്റങ്ങൾ എന്ന് തന്നെ പറയാം. കടന്നുകയറ്റങ്ങൾ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഈ കുട്ടികളിപ്പോൾ അഡൾട്ട്സ് ആയിട്ടുള്ള ആളുകളെല്ലാവരും റിലേ ചെയ്യുന്ന സാധനം ഇതുപോലെയുള്ള ഡേറ്റിംഗ് ആപ്സാണ്. പക്ഷെ അതിൽ നിന്ന് കല്യാണം കഴിക്കുന്ന ആളുകളുണ്ട്. എന്നുവെച്ചാൽ ലോങ് റിലേഷൻഷിപ്പിലേക്കൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്നറിയാമോ? കമ്മിറ്റ്മെൻറ്റ്സ് ആണ്. ഒരാളെ ഞാൻ എൻ്റെ ജീവിതാവസാനം വരെ എൻ്റെ കൂടെ കൂട്ടുന്നു എന്ന് പറയുമ്പോൾ ഞാൻ സത്യത്തിൽ റെസ്പോൺസിബിൾ ആവണം, ഞാൻ കമ്മിറ്റഡ് ആവണം. എനിക്ക് എൻ്റേതായിട്ടുള്ള കുറേ എന്താ പറയണ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതെടുക്കാൻ പറ്റാത്തപ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പം ഇന്ന് സെക്ഷൽ നീഡാണെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നത് മതി. നമുക്ക് ഇമോഷണൽ പ്രസൻസ് തൽക്കാലത്തേക്ക് ഒരു ഡേറ്റ് ചെയ്യുന്ന ഒരാളുണ്ട്, അവിടെയാണ് സിറ്റുവേഷൻഷിപ്സ് വരിക. അങ്ങനെയാണ് നമ്മുടെ ട്രെൻഡിങ് നെയിംസ് എല്ലാം വരുന്നത്. മനസ്സിലായോ? റിലേഷൻഷിപ്പ് ആണെന്ന് വെച്ചാൽ ആണ്, എല്ലാത്തിനും ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷേ കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ ഇതെന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച എല്ലാ ടോപ്പിക്സും ഇവിടെ വരും. ഞാനെങ്ങനെ ഇതിനകത്തേക്ക് ആയിക്കഴിഞ്ഞാൽ എൻ്റെ കരിയർ പോയാലോ, എനിക്ക് ഞാനല്ലാതെ ആയി പോകേണ്ട വന്നാലോ, ഞാൻ ഇവിടെ പെട്ടുപോയാലോ, അതിനേക്കാളൊക്കെ എളുപ്പം ഡേറ്റ് ചെയ്യണമല്ലേ കുറച്ച് നാൾ. ഡേറ്റിംഗ് ആപ്സിൻ്റെ പ്രശ്നം അല്ല, ഒരു ഗുണം എന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മറ്റേ റിലേഷൻഷിപ്പിനെ പോലെയുള്ള ഭീഷണികളും പ്രശ്നങ്ങളൊന്നുമില്ല. ചിലപ്പോൾ കോളേജിൽ വെച്ചിട്ട് ഒരാളെ കണ്ടുമുട്ടി, നമ്മൾ പ്രേമിച്ചു, പിന്നെ അത് ബ്രേക്കപ്പ് ആയാലും ഒരുപാട് പേര് അറിയുന്നു. മനസ്സിലായോ? ഒത്തിരി ആൾക്കാരോട് നമ്മൾ സമാധാനം പറയാൻ പോകണം. ഇതിനകത്തൊരു പ്രൈവസി ഉണ്ട്. നമ്മൾ ആരെ ഡേറ്റ് ചെയ്യുന്നുള്ളത് മിക്കവാറും ആർക്കും അറിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ലക്ഷറിയൊക്കെ കൊണ്ടാണ് കുറച്ചുകൂടെയൊക്കെ ഡേറ്റിംഗ് ആപ്സിലേക്കുള്ള റിലയബിലിറ്റി കൂടുന്നത്. നമ്മൾ അങ്ങനെയല്ലാതെ വേറെ ഇപ്പോൾ ഈ എന്താ പറയുക, ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഉടനെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുക അല്ലെങ്കിൽ ആസിഡ് ഒഴിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ ടീനേജ് ആ ഒരു ട്രെൻഡ് അങ്ങനെയായിരുന്നു. അപ്പോൾ അതൊന്നും ഇവിടെ ഇല്ല. ഡേറ്റിംഗ് ആപ്പ് ആകുമ്പോൾ ഒന്നല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ അത്, ആ ഒരു സംഭവം അങ്ങനെയാണ് ഇപ്പോൾ അത് എടുക്കുന്നത്. അപ്പം റെസ്പോൺസിബിൾ ആവാൻ, ഒരു റിലേഷൻഷിപ്പിൽ കമ്മിറ്റ് ആവാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതിനെ ഒരു എവിഡൻസ് ആയിട്ട് വേണമെങ്കിൽ ഇത് പറയാം.
അല്ലെങ്കിൽ അതൊരു ഒരു ഒരു ഭാഗമാണ്. പിന്നെ സം പീപ്പിൾ ആർ റിയലി എന്താ പറയുക ലുക്കിംഗ് ഫോർവേഡ് ടു ഹാവ് ഗുഡ് പാർട്ട്നേഴ്സ്. അപ്പം അത് കണ്ടുപിടിക്കാനും ഒരു മാട്രിമോണി പോയി അല്ലെങ്കിൽ പെണ്ണ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ടെന്നുള്ള ഒരു കോൺസെപ്റ്റും ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മീൻ ഈ ഒരു ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. യെസ്. ഓക്കെ. ഈ ഒരു നമ്മളൊരു പാർട്ട്ണർ ഉണ്ടായതിനു ശേഷം നമ്മളെ സെക്ഷുവാലിറ്റി ഒന്ന് വേറെയാണെന്ന് മനസ്സിലാവുന്ന ആൾക്കാരുണ്ടാവും. മീൻസ് ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചില കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു രണ്ടുപേരുടെ ലൈഫിലല്ലേ ഒരു ഇത് വരുന്നത്? അത് ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മളെ മനസ്സിലാവാത്തതുകൊണ്ട് പറ്റിയൊരു ബുദ്ധിമുട്ടല്ലേ. ശരിക്കും പറഞ്ഞാൽ ജെനുവിൻലി അറിയില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു സംഭവം. പിന്നെ അറിയാമായിരുന്നിട്ടും കല്യാണം കഴിക്കുമ്പോൾ മാറിക്കോളും എന്ന് വിചാരിച്ചിട്ട് കല്യാണം കഴിപ്പിച്ച് വിടുന്ന സംഭവമാണ്. ഇപ്പോൾ കാതൽ സിനിമയിൽ ക്യാരക്ടർ ഓൾറെഡി ഗേ ആണെന്ന് അറിയാം, പക്ഷെ കല്യാണം കഴിച്ചാൽ മാറുമെന്ന് വിചാരിച്ചിട്ട് കല്യാണം കഴിപ്പിച്ച് വിടുകയാണ്. മനസ്സിലാവുണ്ടോ? സൊസൈറ്റി ഇങ്ങനെ പേടിച്ച്. കറക്റ്റ്. പക്ഷേ ജെനുവിനായിട്ട് അങ്ങനെയല്ല. ചില ആൾക്കാർ ബൈസെക്ഷലുമാണ്. ഇതിന് മുൻപ് ലെസ്ബിയൻ അല്ലെങ്കിൽ ഗേ ആയിരിക്കും, പക്ഷെ കല്യാണത്തിന് ശേഷം ദേ ആർ ഓക്കെ. അങ്ങനെയും ഉണ്ടാവാറുണ്ട്. ഇപ്പം ഇവിടെയും സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഡോണ്ട് നോ അബൌട്ട് ആ സെക്ഷുവാലിറ്റി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. നമുക്ക് ആരോടാണ് എന്തിനോടാണ് അട്രാക്ഷൻ എന്ന് നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ ഈ ഇതിന് പോവില്ലല്ലോ. പിന്നെ അത് അറിയാമെങ്കിലും നമുക്ക് എത്രത്തോളം തീരുമാനം എടുക്കാൻ പറ്റും, ആ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ അല്ലെങ്കിൽ ആ ഒരു അതോറിറ്റി നമ്മുടെ കയ്യിലുണ്ടെന്നുള്ളത് വേറെ കാര്യം. അതിന് ഞാൻ പറയുന്നത് ഇഫ് യു നോ, ഇപ്പം ഞാൻ ലെസ്ബിയൻ ആണെങ്കിൽ എനിക്കത് മനസ്സിലായെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എത്രയും വേഗം ഇൻഡിപെൻഡൻ്റ് ആവാൻ നോക്കുക. ഫിനാൻഷ്യലി എന്താ പറയുക ഫിസിക്കലി എല്ലാം ഇൻഡിപെൻഡൻ്റ് ആവാൻ നോക്കുക. അപ്പോൾ എനിക്ക് നല്ലൊരു ജോലിയുണ്ട്, എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റും, ഞാൻ എൻ്റെ പാരൻസിൻ്റെ കൂടെ നിൽക്കേണ്ട ഒരു അവസ്ഥ എനിക്കില്ലെങ്കിൽ ഐ ക്യാൻ മൂവ് ഔട്ട് അല്ലേ. എനിക്ക് എൻ്റെ കരിയർ ഫോക്കസ് ചെയ്യാം, എനിക്ക് എൻ്റെ ഞാനൊരു വ്യക്തി എന്നുള്ള രീതിയിൽ എൻ്റെ ഗ്രോത്ത് ഫോക്കസ് ചെയ്യാം. അപ്പോൾ എനിക്ക് ഞാനായിട്ട് നിൽക്കാൻ പറ്റും. ഡിപ്പെൻഡൻ്റ് ആയിട്ടിരിക്കുമ്പോൾ നമ്മളെ തന്നെ എന്താ പറയുന്നത്, ഞാൻ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അവരെ അക്സെപ്റ്റ് ചെയ്താലല്ലേ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അതാണ് പ്രശ്നം. അപ്പോൾ എനിക്ക് തോന്നാറുള്ളത് ഞാൻ ഇങ്ങനെ മാറി ചിന്തിച്ചാൽ അത് ഓക്കെയാണ്. പിന്നെ എന്താ, ഞാൻ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറഞ്ഞൊരു പുസ്തകം വായിച്ചിട്ടുണ്ടോ? അതിൽ ആ കുട്ടി ബുള്ളറ്റും കൊണ്ട് തിരിച്ച് വീട്ടിൽ കയറുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് എത്രയോ കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത്രയും നാളുള്ള സമ്പാദ്യം മുഴുവനുമാണ്. ഇപ്പം മനസ്സിലാവുണ്ടോ? പക്ഷെ അവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ എക്സ്പെക്റ്റേഷൻ മാത്രമാണ്, റിയാലിറ്റി അല്ല. അത് റിയൽ ആവണ്ടേ? തീർച്ചയായിട്ടും ആവണം. അതാണ് ഒരു ഐഡിയൽ സൊസൈറ്റി. പക്ഷേ ആ റിയാലിറ്റിയിലേക്ക് ഉള്ള ദൂരം നമ്മൾ കുറച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. അതാണ് നമ്മളെല്ലാവരും ഇത് സംസാരിക്കാനുള്ള റീസണും. നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം, നമുക്കതിനെ വളരെ നോർമലായിട്ട് കാണാൻ പറ്റണം. നമ്മുടെ കുട്ടി അവൻ്റെ ഇപ്പോൾ എനിക്ക് 2 മക്കളുണ്ട്, അവരുടെ സെക്ഷുവാലിറ്റി എന്തായാലും എന്താണ്, 2 മക്കളല്ലേ, അങ്ങനെ ചിന്തിക്കാൻ പറ്റണം. അപ്പോഴേ നമുക്ക് ഈ സമൂഹത്തിനെയും മാറ്റാൻ പറ്റുള്ളൂ. നമ്മൾ ഈ എന്താ പറയണ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുക, ജാതി വർഗ നിറ വർണ്ണ ഭേദമന്യേ മനുഷ്യനായിട്ട് കാണാൻ പറ്റുവാണെങ്കിൽ ഈ പ്രശ്നം മാറും. നമുക്കങ്ങനെ കാണാൻ പറ്റുന്നില്ല. അവിടെയാണ് പലരും അവിടെയാണ് തോറ്റു പോകുന്നത്. നമ്മളിങ്ങനെ കൊലപാതകങ്ങളിലേക്കും ഇപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ നമ്മൾ പോണത് അവിടെയാണ്. അതെ. നമ്മളിപ്പം പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ തന്നെ മൂന്നാമതൊരാൾ വരികയാണ്, ഒരു കുട്ടി വരികയാണ്. അപ്പോൾ ആ ഒരു കുട്ടിയുടെ കാര്യത്തിലാണെങ്കിൽ അമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ ഒരു സാക്രിഫൈസ് ഉണ്ടാകുന്നത്, ഒരുപാട് സമയം ആവശ്യമായിട്ട് വരുന്നത്, ഫിസിക്കലി മെൻ്റലി ഒരുപാട് സപ്പോർട്ട് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് എങ്ങനെയായിരിക്കും പാർട്ട്നേഴ്സിൻ്റെ ആ ഒരു ഇപ്പം ഹസ്ബൻഡ് കൊടുക്കേണ്ട ആ ഒരു ഇതുണ്ടല്ലോ, അറ്റൻഷൻ, സപ്പോർട്ട്, അതൊക്കെ എങ്ങനെയായിരിക്കണം? ഇത് എന്താ പറയുക, പോസ്റ്റ്പാർട്ടം ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു ഏരിയയാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം പോസ്റ്റ്പാർട്ടം അല്ലെങ്കിൽ ഗർഭിണിയായി പ്രസവിച്ച് കഴിഞ്ഞ് അല്ലെങ്കിൽ സിസേറിയൻ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം പിന്നെ കണക്ട് ചെയ്യാൻ പറ്റാതായി പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് മാത്രം സെപ്പറേറ്റഡ് ആവുന്ന ഒത്തിരി പേരുണ്ട്. കുറേ ആൾക്കാർ ഇനി എന്തെങ്കിലും ആവട്ടെ, കൊച്ചുണ്ടായി, ഇതിന് വേണ്ടിയിട്ട് ജീവിക്കാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അവിടെ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഇപ്പോൾ ഫിസിക്കൽ ബോഡിയിൽ ആസ് എ ഫീമെയിൽ ഉണ്ടാകുന്ന വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ് പ്രഗ്നൻസി. അവിടെ നമ്മുടെ ബോഡി മാറുന്നുണ്ട്, നമ്മുടെ ഹോർമോൺ, നമ്മുടെ എല്ലാ രീതിയിലുള്ള വ്യത്യാസങ്ങളും ഉണ്ടാവുന്നുണ്ട്. അത് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഒരു പരിധി വരെ
മനസ്സിലായിക്കോളും എന്നാണ്. അങ്ങനെ മനസ്സിലാവുന്നില്ല, കാരണം അവർ ദേ ആർ നോട്ട് ടൂൺ ദാറ്റ് വേ. ഓക്കെ. ഇപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇപ്പം ചില കാര്യങ്ങളിലാണെങ്കിൽ ഇപ്പം ചില പ്രഗ്നൻസി കണ്ടീഷൻസിൽ സെക്സ് വേണ്ടാന്ന് ഗൈനക്കോളജിസ്റ്റ് തന്നെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള കണ്ടീഷൻസിലല്ലാതെ നമുക്ക് ഇൻ്റർകോഴ്സിന് വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അങ്ങനെ ഇപ്പോൾ കണ്ടീഷൻസ് ഉണ്ടാവും, ചിലപ്പം പ്ലാസിൻ്റെ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രോത്തിൻ്റെ ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറയും നമ്മളുടെ അടുത്ത്. അല്ലാതെ ഇറ്റ്സ് വെരി നോർമൽ. ഓക്കെ. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിനേ ചെയ്യും. കുഞ്ഞില്ലേ, കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഡിനേ ചെയ്യും. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് എ ഫിസിക്കൽ നീഡ്. ഈ ഫിസിക്കൽ നീഡ് നമ്മളൊരു 2 അല്ലെങ്കിൽ 10 മാസം പിന്നെ ഒരു ഫീഡിങ് സമയം വരെ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 1.5-2 കൊല്ലം നമ്മൾ മനഃപൂർവ്വം ഡിനേ ചെയ്യുക എന്ന് പറയുന്നത് അത് ദാറ്റ്സ് നോട്ട് ഓക്കെ. ഓക്കെ. അതാണ് ഒരു വലിയ ഇഷ്യൂ. ഇപ്പോൾ ചില മദേഴ്സ് ആണെങ്കിലും കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിയുമ്പോഴത്തേനും പിന്നെ അത് ഞാനൊരു ഭാര്യയാണെന്നുള്ളത് അവർ മറന്നുപോകും. അവർ പിന്നെ ആ കുട്ടിയുടെ അമ്മ മാത്രമാവും. ഓക്കെ. മനസ്സിലാവുണ്ടോ? അതാണ് പ്രശ്നം. അപ്പോൾ ഫീഡ് ചെയ്യാണ് അല്ലെങ്കിൽ കുഞ്ഞവിടെ ഉണ്ട്, ഞാൻ കുഞ്ഞിന് പാൽ കൊടുക്കട്ടെ, അവിടെയാണ് പ്രോബ്ലം വരിക. അവിടെ നിങ്ങൾ വളരെ കറക്റ്റായിട്ട് യു ഹാവ് ടു മെയിൻറ്റെയിൻ ദറ്റ് ബൗണ്ടറി. കുഞ്ഞുവാവെ വന്നാൽ എന്താ കുഴപ്പം? നിങ്ങൾ അതിന് മുൻപ് പാർട്ട്നേഴ്സാണ്, ഇപ്പോഴും നിങ്ങൾ പാർട്ട്നേഴ്സാണ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ ഫോക്കസ് ചെയ്യണം. അതിന് ഒരു പാർട്ട്ണറിന് പറ്റുന്നില്ലെങ്കിൽ മറ്റേ പാർട്ട്ണർ എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ട് കറക്റ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കണം. അത് എന്താ പറയുക, ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് ആകാം, അല്ലെങ്കിൽ ഓപ്പൺ കോൺവെർസേഷൻ ആകാം. ഇപ്പോൾ അല്ലെങ്കിൽ തന്നെയും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഇംഗ്ലീഷ് മൂവീസ് കാണുകയാണെങ്കിൽ അവർ കുറച്ചും കൂടെ ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ്. അവരിപ്പോൾ ഈ എന്താ പറയണ ബേബി ഉണ്ടായി ഫീഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരു പാർട്ട്ണർ നമ്മളിങ്ങനെ അവർ പറയുന്നുണ്ട്, ഓപ്പണായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, എനിക്ക് ഇഷ്ടക്കുറവ് കൊണ്ട് അല്ല, ഞാനിപ്പോൾ റെഡി അല്ലാത്തത് കൊണ്ടാണ്, ഗിവ് മീ സം ടൈം. പക്ഷെ അവർ ദേ ആർ ഡൂയിങ് ഇൻറ്റിമസി എന്നുള്ളത് പെനിട്രേഷൻ അല്ല. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻറ്റിമസിനെ നിങ്ങൾ റീഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പം ഓക്കെ, നിങ്ങൾക്ക് സെക്സ് ചെയ്യേണ്ട സമ്മതിച്ചു, നിങ്ങൾക്ക് അടുത്തിരിക്കാമല്ലോ, നിങ്ങൾക്ക് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങാമല്ലോ, അങ്ങനെ നിങ്ങൾ റീഡിഫൈൻ ചെയ്യണം. അല്ലെങ്കിൽ ഇതില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല എന്ന് പറയുന്നത് അതും ശരിയല്ല. അങ്ങനെ ഇൻ യുവർ റിലേഷൻഷിപ്പ് കുട്ടികൾ വന്നാലും കുട്ടികൾ വന്നില്ലെങ്കിലും യു ഹാവ് ടു കീപ്പ് ഓൺ മൂവിങ്. ഇപ്പം നിങ്ങളുടെ ഏജ് കുറച്ചുകൂടെ പ്രായമാവും തോറും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ 30 അല്ലെങ്കിൽ 29 ഇയേഴ്സിലെ പോലത്തെ ഇൻറ്റിമസി ആയിരിക്കില്ലല്ലോ 50 ഇയർ അല്ലെങ്കിൽ 60 ഇയറിൻ്റെ. അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ, അല്ലെന്നല്ല. പക്ഷേ ഇറ്റ്സ് ഇവോൾവിങ്. അപ്പം അത് ഒരുമിച്ച് മാറേണ്ട കാര്യമാണ്. ഒരാൾക്ക് ഒരുപാട് എന്താ പറയണേ ആഗ്രഹങ്ങളുണ്ടാവുകയും മറ്റേയാളത് നിരസിക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരാൾക്ക് ഒരാഗ്രഹവും ഇല്ല, മറ്റേയാൾക്ക് ആഗ്രഹങ്ങളുണ്ട്, അപ്പോഴാണ് ഇത് പ്രശ്നം. അങ്ങനത്തെ ഇംബാലൻസ് ആണ് പ്രശ്നം. അതിനെ ആസ് എ പാർട്ട്ണർ മ്യൂച്വലി അതിനെ അഡ്രസ്സ് ചെയ്യണം. ഷട്ട് ഡൗൺ ചെയ്ത് കളയല്ല വേണ്ടേ, പറഞ്ഞ് ഓക്കെ ഇതാണ് നീഡ്, പക്ഷെ എനിക്കിത് പറ്റില്ല. അപ്പോൾ ചില കുറച്ചുകൂടെ പ്രായമായി കഴിയുമ്പോൾ തന്നെ ഇറക്ടൽ ഡിസ്ഫങ്ഷനൊക്കെ ഉണ്ടാവുന്നതായിട്ട് ഉണ്ട്. അപ്പോൾ അത് പോസിബിൾ ആവില്ല ചില കാര്യങ്ങളെല്ലാം. അപ്പം വേറെ എന്താ ഓൾട്ടർനേറ്റീവ്സ്? അങ്ങനെ ദേ ഹാവ് ടു ഇവോൾവ്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണ് നമുക്കിത് ഈ ഒരു സിറ്റുവേഷനെ, കാരണം ഇതെന്ന് പറയുന്നത് സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം എൻ്റെ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ എൻ്റെ സെക്ഷൽ ഡിസയേഴ്സ് അല്ല തൻ്റെ. അപ്പം അത് ഞാൻ എൻ്റെ പാർട്ട്ണറുമായിട്ട് മ്യൂച്വലി റെസ്പെക്റ്റോടു കൂടി സംസാരിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളപ്പോൾ യു ആർ നോട്ട് ഇൻ എ ഹെൽത്തി റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. മനസ്സിലാവുണ്ടോ? യു ഹാവ് ടു ബി ഇൻ എ ഹെൽത്തി റിലേഷൻഷിപ്പ്. അതിന് യു ഹാവ് ടു ഗ്രോ. നിങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ എന്താ പറയുക അവകാശങ്ങൾ നേടിയെടുക്കുക എന്ന് പറയില്ലേ, അത് തന്നെയാണ്. അത് പക്ഷേ അസേർട്ടീവായിട്ട് പറയണം. വഴക്കുണ്ടാക്കി അല്ലെങ്കിൽ ബഹളം വെച്ചല്ല. കീപ്പ് ഓൺ കമ്മ്യൂണിക്കേറ്റിംഗ്. അതനുസരിച്ച് റെഡി ആയിട്ട് വരണം. ഇപ്പോൾ എന്താ ചില കേസസിലൊക്കെ വരുമ്പോഴത്തേനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ് ചെയ്യാനൊക്കെ വരും. പക്ഷേ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇതൊരു എന്താ പറയുക ക്യൂരിയസ് കേസ് എന്ന് പറയാം. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തൊരു കാര്യമാണ്. അതായത് അവർ വന്നതെന്ന് പറയുന്നത് പാരൻറ്റിങ് റിലേറ്റഡ് ആണ്, പക്ഷെ അവർ സെപ്പറേറ്റഡ് ആണ്, ഡിവോഴ്സ്ഡ് അല്ല, സെപ്പറേറ്റഡ് ആണ്. മനസ്സിലായ? അപ്പോൾ അവർ ഒരുമിച്ചൊക്കെ തന്നെ നിൽക്കുന്നത്. അവർ പക്ഷേ എന്താ പറയുന്നത് ഫോർ സം ടൈം അവർ ഒരുമിച്ച് വരും, പിന്നെ അവർ 2 വീട്ടിൽ താമസിക്കുന്നു, കുട്ടികളുണ്ട്, അവർ ഡേ ടേക്ക് ടേൺസ് നോക്കിയാൽ ഇവർക്ക് 2 പേർക്കും 2 പാർട്ട്നേഴ്സ് ഉണ്ട്. മനസ്സിലായോ? അത് എന്താ പറയുന്നത് അതിനെയും ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അതും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതൊന്നും ഇവരുടെ പാരൻറ്റിങ്ങിൽ വരുന്നില്ല. ഇവരുടെ പാരൻറ്റിങ്ങിൽ വരുന്നതെന്ന് പറയുന്നത് ഇപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് പ്യൂബേർട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾക്ക്. പ്യൂബേർട്ടി ക്ലാസ്സസ് ഒക്കെ എടുക്കുന്നത് കൊണ്ട് അതിനാണ് അവർ വന്നത്. അപ്പം അവർ 4 പേരായിട്ടാണ് വന്നേ.
അപ്പം എനിക്ക് ആദ്യം ചോദിക്കണമല്ലോ. അങ്ങനെയാണ് അവർ പറഞ്ഞത്, മാം ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ്, ലീഗൽ ഡിവോഴ്സ് പ്രൊസീഡിങ്സ് നടന്നുകൊണ്ടിരിക്കുന്നു, ഐ ആം വിത്ത് ഹിം ആൻഡ് ഹീ ഈസ് വിത്ത് ഹെർ. ഓക്കെ. അങ്ങനെ അമിക്കബിൾ നമുക്ക് പോകാൻ പറ്റും. എല്ലാവരും ഒന്നും ഞാൻ പറയില്ല, പക്ഷെ അങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റണം. അവിടെയാണ് മ്യൂച്വൽ റെസ്പെക്റ്റ് എന്ന് പറയുന്നൊരു സാധനം വരുന്നത്. പിന്നെ ചില സമയത്ത് എന്താ പറയുക, അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കോൺട്രവേഴ്സി ആയിപ്പോവും. അതായത് ഓപ്പൺ പാർട്ട്നേഴ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ എനിക്ക് ഈ റിലേഷൻഷിപ്പിനകത്ത് ഐ കാൺ സാറ്റിസ്ഫൈ മൈ പാർട്ട്നേഴ്സ് നീഡ്, ഓക്കെ, ബട്ട് ഐ ഡോണ്ട് ഹാവ് എ പ്രോബ്ലം ഇഫ് ഷീ ഈസ് ഗെറ്റിംഗ് ഇറ്റ് ഫ്രം അനദർ പേഴ്സൺ. മനസ്സിലായോ? അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ഒരു കോമൺ ഗ്രൗണ്ടിലേക്ക് വരണം. ഓക്കെ. അല്ലാതെ നിനക്കത് വേണം, ഞാൻ തരില്ല, നീ അത് അനുഭവിക്കണം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഓക്കെ. അതിന് മ്യൂച്വലി നമ്മൾ മാർഗങ്ങൾ കണ്ടുപിടിക്കണം. കറക്ഷൻസിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. കുറച്ചുകൂടി നമ്മൾ ബ്രോഡ് മൈൻഡഡ്, കുറച്ചുകൂടി നമുക്കിപ്പം നമുക്കങ്ങനെ ഒരു കുറച്ചുകൂടി അഡൽട്ടിൽ അല്ലെങ്കിൽ നമ്മൾ ആസ് വി ഇവോൾവ് അല്ലെങ്കിൽ ഗ്രോ ടുഗെദർ നമുക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മെഡിക്കൽ പ്രൊഫഷണൽസ് ഇല്ലേ, അവരുടെ ഹെൽപ്പ് എടുക്കാം. സെക്സ് തെറാപ്പി ഉണ്ട്, ഒരുപാട് കറക്ഷൻ മെത്തേഡ്സ് ഉണ്ട്. അങ്ങനെ ചെയ്ത് നമ്മൾ ഒരുമിച്ച് ഗ്രോ അപ്പ് ചെയ്ത് വരണ്ടേ. അല്ലാതെ എനിക്ക് തരാൻ പറ്റില്ല അതുകൊണ്ട് നിനക്ക് ഉണ്ടാവരുതെന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ലല്ലോ. അല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ല, എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുതെന്ന് പറഞ്ഞതിനകത്ത് അർത്ഥമില്ല. മനസ്സിലാവുണ്ടോ? അങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്. അപ്പോൾ നമ്മളിത് ഓപ്പണായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ മെഷർ പോലും ഉണ്ടെന്ന് ആളുകൾക്ക് അറിയില്ല. എന്ത് ചെയ്യും എന്നുള്ള ഒരു ഇതുണ്ടാവും. ഇപ്പോൾ ഈ സംഭവം എന്താണെന്നറിയോ, ഫ്രസ്ട്രേഷനായിട്ട് വരും, ദേഷ്യമായിട്ട് വരാം. ഓൾഡ് ഏജിലൊക്കെ ഒരു പരിധി വരെ അവരുടെ ഫിസിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ആവുന്നില്ല, അവർക്ക് അവരായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ കുട്ടികളിലേക്ക്, നമ്മുടെ ഇൻലോസിലേക്ക്, ഐ മീൻ ഡോട്ടർ ഇൻലോ, ആ ഒരു ഇതിനകത്തൊക്കെ റിലേഷൻഷിപ്പിൽ ഈ സ്ട്രെസ്സ് വരും. ഓക്കെ. അപ്പം നമ്മൾ ചിലപ്പോൾ പറയാറില്ല, ഇപ്പം നമ്മളൊക്കെ ഇങ്ങനെ പറയാറുണ്ടല്ലോ, അതായത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അമ്മമാർക്ക് ഭയങ്കര ദേഷ്യം, എന്താ അവർ PMSലേക്ക് മെനോപോസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഉണ്ടാവും. അതുപോലെ ഫിസിക്കലി നമ്മുടെ പാരൻസിൻ്റെ ചേഞ്ചസ് മനസ്സിലാവുമ്പോൾ നമുക്കും പറയാൻ പറ്റണം, നിങ്ങൾ വല്ലാതെ ഇറിറ്റേറ്റഡ് ആയിട്ടാണല്ലോ എപ്പോഴും ഉള്ളത്, നിങ്ങളൊരു ഡോക്ടറെ കണ്ട് നോക്കുന്നോ എന്ന് നമുക്കും അങ്ങോട്ട് പറയാൻ പറ്റണം. വേറെ ഒന്നും പറയാതെ അറ്റ്ലീസ്റ്റ് ഈ ബിഹേവിയറിനെങ്കിലും നമുക്ക് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റണം. ഇപ്പം എപ്പം നോക്കിയാലും ഭയങ്കര ചൂടാണ്, AC ഇട്ട് കഴിഞ്ഞാലും ഫാൻ ഇട്ട് കഴിഞ്ഞാലും ഭയങ്കര ചൂടാണ്. അതൊരു മെനോപോസിൻ്റെ ഒരു സൈനാണെന്ന് ഇപ്പോഴുള്ള നമുക്ക് അറിയാൻ പറ്റണം. മനസ്സിലാണ്ടോ? അപ്പം നമുക്ക് പറയാൻ പറ്റണം, അമ്മ നമുക്കൊന്ന് ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് നോക്കിയാലോ. മേ ബി അതാണ് അവർക്ക് ഹെൽപ്ഫുൾ ആവുക. അവരുടെ ഈ ഏജിൽ കമ്മ്യൂണിക്കേഷൻ അതാണ് കാര്യം. യെസ്. അപ്പോൾ അത് ഞാൻ പറയണമെന്ന് വെച്ചാൽ അങ്ങനെയാണ് നമ്മളിതിനെ എല്ലാവരും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കല്ലേ. ദിസ് ഇസ് ഹൗ വി ഹാവ് ടു മൂവ് ഫോർവേഡ്. ഓക്കെ. ആക്ച്വലി നമ്മളിപ്പം റിലേഷൻഷിപ്പിലെ ഇൻറ്റിമസിയും അതുപോലെ തന്നെ ഡിപ്പെൻഡൻസ് ഉണ്ടാവല്ലോ, ഓവർ ഡിപ്പെൻഡൻസ്, കോ ഡിപ്പെൻഡൻസ്. യെസ്. അവിടെ എങ്ങനെയാണ് അതിന് ഇടയിലൊരു വര വയ്ക്കുന്നത് നമ്മൾ? അത് എൻ്റെ ഇമോഷൻസിൻ്റെ കൺട്രോളും താക്കോലും എൻ്റെ കയ്യിലാണ്. ഇപ്പം ഞാൻ സന്തോഷിക്കുന്നതും സങ്കടപ്പെടുന്നതും ദേഷ്യപ്പെടുന്നതും ഞാനാണ് അതിൻ്റെ ഓണർ. ഒരു പാർട്ട്ണർഷിപ്പിൽ കോഡിപ്പെൻഡൻസ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്കാണ് എന്നെ സന്തോഷിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം. അതായത് എന്നെ സന്തോഷിപ്പിക്കാനും എന്നെ സമാധാനിപ്പിക്കാനും എന്നെ കെയർ ചെയ്യാനും, അതായത് എന്നെ തൃപ്തിപ്പെടുത്താനുള്ള റെസ്പോൺസിബിലിറ്റി നമ്മൾ വേറൊരു പാർട്ട്ണറിൻ്റെ അടുത്ത് കൊടുക്കുമ്പോഴാണ് ഈ കോഡിപ്പെൻഡൻസ് വരുന്നത്. ഇപ്പം എൻ്റെ വിശപ്പിൻ്റെ ഉത്തരവാദിത്തം എനിക്കല്ലേ, അല്ലേ? ഇപ്പം എനിക്ക് ചൂറെടുക്കുന്നു, എനിക്ക് യൂറിനേറ്റ് ചെയ്യണം, ഈ ഉത്തരവാദിത്തമൊക്കെ എനിക്കാ. പിന്നെ എങ്ങനെയാണ് എൻ്റെ സന്തോഷത്തിൻ്റെ താക്കോല് ജിംനയുടെ കയ്യിലാവുക? മനസ്സിലാവുണ്ടോ? ആ രീതിയിലേക്ക് അതാണ് കറക്റ്റ് ആക്ച്വലി സ്പീക്കിംഗ്. ഇത് അങ്ങനെ ഇല്ല. അപ്പോൾ താൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്ക് ദേഷ്യം വന്നു. താൻ അങ്ങനെ പറഞ്ഞാലും ദേഷ്യപ്പെടണോ വേണ്ടെന്നുള്ളത് എൻ്റെ ചോയ്സാണ്. ഓക്കെ. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം പറഞ്ഞു, എനിക്ക് വളരെ ഓപ്പണായിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നും പറയാം, എനിക്ക് ദേഷ്യപ്പെടുകയും ചെയ്യാം. പക്ഷെ എൻ്റെ എക്സ്പ്രഷൻ ഓഫ് ദിസ് ഇമോഷൻ എങ്ങനെയാണെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാ. എനിക്ക് ഇമോഷൻസ് ഉണ്ടാകും, മനസ്സിലാവുണ്ടോ? അതൊക്കെയാണ്. പക്ഷെ ഞാൻ എക്സ്പ്രസ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കണം. അല്ലാതെ നീ അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ല ഞാനിങ്ങനെ ആയെന്നുള്ളത് ശരിയല്ല. അത് മാനിപ്പുലേഷനാണ്. ഓക്കെ. അതാണ് ഈ ഇമോഷൻ, കപ്പിളിൽ വരുന്ന പ്രശ്നം. ഇപ്പോൾ ഈ ഒരു പാർട്ട്ണറിന് കിട്ടാത്ത എല്ലാ അഫെക്ഷനും ഈ പാർട്ട്ണറിൻ്റെ അടുത്ത് നിന്ന് കിട്ടണം എന്ന് വാശി. എൻ്റെ അച്ഛനെന്നെ നോക്കിയിട്ടില്ല, എൻ്റെ അമ്മേനെ നോക്കിയിട്ടില്ല, എനിക്ക് സിബ്ലിങ്സ് എന്നെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, അപ്പോൾ ഇതൊക്കെ നീ ചെയ്യണം. പാർട്ട്ണർ പെട്ടില്ലേ? എന്നെ ആരും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നില്ല, നിൻ്റെ ലൈഫിൽ ഏറ്റവും പ്രയോറിറ്റി ഞാനാവണം. അതെങ്ങനെയാണ് ശരിയാവുക?
മനസ്സിലാവുണ്ടോ? അങ്ങനെയാണ് ഈ കോ ഡിപ്പെൻഡൻസി ഉണ്ടാവുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ പാർട്ട്ണർ ആണെങ്കിൽ പോലും, നമ്മുടെ പാർട്ട്ണർഷിപ്പിലാണെങ്കിലും നമ്മൾ ഇൻഡിവിജ്വൽസ് ആയിട്ട് നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അയാൾക്ക് അയാളുടേതായിട്ടുള്ള സന്തോഷങ്ങളുണ്ട്. ഞാനില്ലാത്ത ഒരു സന്തോഷം അയാൾക്ക് ഉണ്ടാവാൻ പാടില്ലെന്ന് ഞാൻ വാശി പിടിക്കാൻ പാടില്ല. അത് ഓക്കെ അല്ല. അങ്ങനെയുള്ള ബൗണ്ടറീസ് ഒന്നും ഇല്ലാതെ പേഴ്സണൽ സ്പേസിൽ വയലേറ്റ് ചെയ്ത് വരുമ്പോഴാണ് ഈ പറയുന്ന സംഭവം ഉണ്ടാവുന്നത്. എനിക്ക് എന്നെ ഓക്കെ ആക്കേണ്ട ആൾ എൻ്റെ പാർട്ട്ണറാണ്, ഞാൻ സങ്കടപ്പെട്ടിരിക്കുകയാണ്, എന്നെ ഓക്കെ ആക്കിയിട്ട് വേണം അവൻ ജോലിക്ക് പോകാൻ. അതെങ്ങനെയാണ്? ഹൗ ഇസ് ദാറ്റ് പോസിബിൾ? അതൊട്ടും ഹെൽത്തി അല്ല. ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു പാർട്ട്ണർ ആവും, ഒരു പരിധി വരെയൊക്കെ മറ്റേ പാർട്ട്ണർ കുറച്ചൊക്കെ മാനേജ് ചെയ്യാൻ നോക്കും. പിന്നെ എന്താ പറ്റും, ലോങ് റിലേഷൻഷിപ്പ് ആകുമ്പോൾ അത് ഭയങ്കര സ്ട്രെസ്സായി. പിന്നെ എന്താവും, ഒട്ടും അവൈലബിൾ അല്ലാണ്ടാവും. കാരണം ഇവളോട് ഇത് പറയാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൾ കരച്ചിലാവും. പിന്നെ ഇവളെ കരഞ്ഞ് ഓക്കെ ആവണ വരെ ഞാനിവിടെ നിൽക്കേണ്ടി വരും. എനിക്കത് പറ്റൂല, അപ്പം ഞാനിത് പറയില്ല. അപ്പം വീണ്ടും കംപ്ലൈൻ്റ്. എന്താ, പണ്ടൊക്കെ പറയായിരുന്നു, ഇപ്പം പറയാറ് പോലും ഇല്ല. അപ്പം ഈ ഒരു കപ്പിളിന് ഒരു കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ കുട്ടിക്കായി. അതാണ് സ്പൗസിഫൈഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. അതൊരു അമ്മ കിടന്ന് കരയുന്നു, അല്ലെങ്കിൽ അച്ഛന് സങ്കടം വരുമ്പോൾ കുട്ടികൾ അവിടെ റെഗുലേറ്റ് ചെയ്യാൻ പോകണ്ട. ഒരു അമ്മ പോട്ടെ, അമ്മ സാരില്ലമ്മ, അച്ഛാ കുഴപ്പമില്ല, അച്ഛാ ഞാനില്ലേ. അപ്പോൾ ഈ കുട്ടികൾക്ക് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഇൻഡിവിജ്വലി. അതാണ് ഈ കുട്ടികളിലുണ്ടാവുന്ന കുട്ടികളിൽ അതൊരു വലിയ പ്രശ്നമായിട്ട് മാറും. അപ്പോൾ അവർക്ക് ആഡഡ് സ്ട്രെസ്സാണ്. അതായത് എൻ്റെ അമ്മേനെ എപ്പോഴും എനിക്ക് ഓക്കെ ആക്കി വെക്കണം. ഇപ്പോൾ ഒരു കുട്ടി കഴിഞ്ഞ ദിവസം എനിക്കത് ഭയങ്കര സങ്കടമായിട്ട് തോന്നി. അതെൻ്റെ അടുത്ത് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനൊരു സാലറി ഹൈക്ക് വേണം, അതിനൊരു പ്രൊമോഷൻ വേണം. അപ്പോൾ അതിന് നമ്മൾ കോച്ചിങ് വെച്ചിട്ട് ചെയ്യാനാണ്. എല്ലാം ചെയ്തു, ആ കുട്ടിക്ക് ജോലിയും കിട്ടി. ഇത് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോകാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താണ് പോകാനുള്ള ബുദ്ധിമുട്ട്, എന്താ? അമ്മ വരുന്നില്ല. പിന്നെ ഞാൻ ചോദിച്ചു, നമ്മുടെ ഗോൾ ഇതൊന്നും ആയിരുന്നില്ലല്ലോ. നമ്മുടെ ഗോൾ എന്തായിരുന്നു? ഒരു എന്താ പറയണ, ഒരു ടൈറ്റിൽ ഉണ്ടായിരുന്നു, അത് വിൻ ചെയ്യുക, പോവുക. അതായിരുന്നില്ലേ നമ്മുടെ ഫോക്കസ്, ഗോള്. അത് കഴിഞ്ഞില്ലേ മാം, അത് റെഡിയാണ്. പക്ഷേ അമ്മ എൻ്റെ കൂടെ വരുന്ന ഞാൻ വിചാരിച്ചേ. അമ്മ എന്താ പറയാ, അമ്മേനെ എന്തിനാ കൊണ്ടുപോണേ? അതെന്താണെന്നറിയോ മാം, ഞാനില്ലെങ്കിൽ അച്ഛനും അമ്മയും വഴക്കാം. അപ്പം ഞാനിവിടെ നിന്നാലേ അമ്മയെ അച്ഛൻ തല്ലാതിരിക്കുള്ളൂ. അപ്പോൾ ആ കുട്ടിയുടെ ഒരു സ്ട്രെസ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അയാൾക്ക് അയാളുടേതായിട്ടുള്ളൊരു ലൈഫ് ഇല്ലാണ്ടാവുകയാണ്. അപ്പോൾ ഈ പാരൻറ്റിങ് പ്രശ്നങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങളിലേക്ക് ആവശ്യമില്ലാതെ ഇടുന്നതിൻ്റെ അപ്പോൾ ആ കുട്ടിക്ക് പോകാൻ പറ്റില്ല. കാരണം അമ്മ വരില്ല എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു ഈ വീടും അച്ഛനും പട്ടിയും പൂച്ചയൊന്നും വിട്ടിട്ട് ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അപ്പം എങ്കൊച്ചി ഇപ്പോൾ വീട്ടിൽ നിൽപ്പുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ മാറി മാറി വരുന്നത് ബേസിക്കലി. അപ്പം ഇങ്ങനെയാണ് നമ്മൾ മാറി മാറി വരുന്നത് വെച്ചാൽ, ഇതുപോലെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മളെ ഓക്കെ ആക്കാൻ ഒന്നല്ലെങ്കിൽ പാർട്ട്ണറെ അല്ലെങ്കിൽ മക്കളെ, അതായത് ഐ വുഡ് സേ അനദർ പേഴ്സണെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് സത്യത്തിൽ അവരോട് ചെയ്യുന്നൊരു വല്ലാത്ത ഉപദ്രവമാണ്. യു ടേക്ക് ചാർജ് ഓഫ് യുവർ ഓൺ ഇമോഷൻസ്, യുവർ ഓൺ മെൻ്റൽ സ്റ്റേറ്റ്. സിറ്റുവേഷൻസ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ബാധിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ യു ബി മൈൻഡ്ഫുൾ, അത്രേ ഉള്ളൂ. ഇപ്പം പാർട്ട്നേഴ്സ് തമ്മിൽ ഒരുപാട് ഫൈറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരുപക്ഷെ ബിട്രയലൊക്കെ ഉണ്ടാവും. അപ്പം അതിന് ശേഷവും അവരെങ്ങനെയാണ് അവരുടെ ട്രസ്റ്റ് റീബിൽഡ് ചെയ്യുക? അത് ഇപ്പോൾ ഈ എന്താ പറയുക, ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന കണ്ടീഷൻ വളരെ കോമൺ ആയിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ അത് ഈ പറയുന്ന പോലെ എക്സ്ട്രാ മാരിറ്റൽ അഫെയർസ് ഉണ്ടാവുന്നത് ഇപ്പോൾ അറിയാതെ പറ്റിപ്പോയ കാര്യങ്ങളായിട്ട് പറയാറുണ്ട്. അല്ലെങ്കിൽ നമുക്കിവിടെ കിട്ടുന്ന ഒരു കണക്ഷൻ, ഇപ്പോൾ ഒരു മൂവി അത് ഇപ്പോൾ OTT വന്നിട്ടില്ല, അല്ലെങ്കിൽ അതെനിക്ക് പറയായിരുന്നു. അതായത് ഇപ്പോൾ ഇവിടെ നിന്ന് കിട്ടാത്തത് വേറെ എവിടെയെങ്കിലും കിട്ടുമ്പോൾ അത് നോക്കി പോവലും ഒരു പാർട്ടാണ്. മനസ്സിലാവുണ്ടോ? ഇനി നമുക്കൊരു തവണ ട്രസ്റ്റ് പോയി, ട്രസ്റ്റിന് ഒരു റൂളേ ഉള്ളൂ, അത് 0% അല്ലെങ്കിൽ 100% എന്നാണ്. 99% എന്നൊരു ട്രസ്റ്റ് ഇല്ല. അപ്പോൾ വൺസ് ട്രസ്റ്റ് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ പാർട്ട്ണർ നമ്മളടുത്ത് വന്ന് പറയാറുണ്ട്, മാം ഇങ്ങനെ ഒരു സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ഇനിയും ബാക്ക് ടു നോർമൽ ആവണം. അതായത് അവരെ അക്സെപ്റ്റ് ചെയ്തു, വന്ന തെറ്റ് അക്സെപ്റ്റ് ചെയ്തു, അവർ മൂവ് ഓൺ ചെയ്യാൻ റെഡിയാണ്. പക്ഷേ ഇനി എങ്ങനെയെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ മ്യൂച്വലായിട്ട് വർക്ക് ചെയ്യും കണ്ടീഷൻസ്. അതായത് ഇപ്പോൾ ഹസ്ബൻഡിനാണ് ഇത് പറ്റിയതെങ്കിൽ വൈഫ് പറയണം ഐ ഡോണ്ട് ഹാവ് എ പ്രോബ്ലം, പക്ഷേ ഇനി ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അതിന് കുറേ കണ്ടീഷൻസ് ഉണ്ടാവും. അതായത് ട്രസ്റ്റിന് രണ്ടാമത് ഉണ്ടാക്കണ്ടേ. അപ്പോൾ ചിലപ്പോൾ ഒരു 2-3 കൊല്ലത്തേക്ക് ഇയാൾ പോകുന്ന കംപ്ലീറ്റ് ഗൂഗിൾ ലൊക്കേഷൻ ഷെയർ ചെയ്യേണ്ടി വരും. വരുന്ന എല്ലാ ഫോൺ കോൾസും എല്ലാ മെസ്സേജസും ഓപ്പൺ ചെയ്ത് വെക്കേണ്ടി വരും. ഒരു എന്താ പറയണേ, പാസ്വേഡോ ഒന്നും ഇല്ലാതെ അത്രയും തുറന്ന് വെക്കേണ്ടി വരും.
അതിന് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ട്രസ്റ്റ് പിന്നെ റീഗെയിൻ ചെയ്യുക. അങ്ങനെ ഒരുപാട് റിലേഷൻഷിപ്പ് രണ്ടാമത് റെഡി ആവാറുണ്ട്. ഇപ്പോൾ വൈഫിൻ്റെ ആ കേസിലാണെങ്കിലും ഹസ്ബൻഡിൻ്റെ കേസിലാണെങ്കിലും ഇങ്ങനെ ഉണ്ടാവുമ്പോൾ അവർ തന്നെ ചില സമയത്ത് വന്ന് പറയും വി ആർ റെഡി, നമുക്കൊന്ന് മൂവ് ഫോർവേഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് ട്രസ്റ്റ് റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ദ അതർ പാർട്ട്ണർ, അതായത് വിക്റ്റിമായ പാർട്ട്ണറിനോടാണ് നമ്മൾ ചോദിക്കുക, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുക, ഇനി വാട്ട് ഡു യു വോണ്ട് ടു ഡു, നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് തോന്നുന്നത്. അപ്പോൾ അവർ പറയും ഇങ്ങനെ വേണം ഇങ്ങനെ വേണം. ഞാൻ ചോദിക്കുകയാണെങ്കിൽ പറയും, ചില ആൾക്കാർ ഇങ്ങനെ കുത്തി കുത്തി മറ്റേ എന്തായിരുന്നു മുകുന്ദേട്ടാ എന്ന് ചോദിക്കണില്ലേ, ആ സാധനം ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അത് നിങ്ങൾ ഓക്കെ ആവണം, കാരണം എന്നാലേ ട്രസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ട്രസ്റ്റ് ഉണ്ടായി പിന്നെ വളരെ നന്നായിട്ട് ജീവിക്കുന്ന കപ്പിൾസ് ഉണ്ട്. പക്ഷെ അവിടെ എന്ന് പറഞ്ഞാൽ ലെറ്റ് ഗോ ചെയ്യാനും മൂവ് ഓൺ ചെയ്യാനും സാധിക്കണം. രണ്ടുപേരും റെഡി ആവണം. അപ്പോൾ എത്ര പേര് റെഡി ആവുന്നുള്ളത്, പക്ഷെ ഇപ്പോൾ ഉള്ള കേസസിൽ റെഡി ആവുന്നുണ്ട് കേട്ടോ, റെഡി ആവുന്നുണ്ട്. കാരണം അങ്ങനത്തെ കുറേ ക്ലയൻസിനെ ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കപ്പിൾ കോച്ചിങ് ചെയ്യുമ്പോൾ അവർ റെഡി ആവുന്നുണ്ട്. ദാറ്റ്സ് ഓക്കെ. അത് മനസ്സിലാവുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ ഈ എന്താ പറയുക പോസ്റ്റ് പാർട്ടത്തിൻ്റെ സമയത്തൊക്കെ പറ്റുന്ന അബദ്ധങ്ങളായിട്ടൊക്കെ പറയാറുണ്ട്. അവരങ്ങനെ പറയും, എനിക്ക് അങ്ങനെ പറ്റിപ്പോയതാണെന്നൊക്കെ പറയും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനല്ലേ അത് അക്സെപ്റ്റ് ചെയ്യേണ്ടത്, അത് പാർട്ട്ണറാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവർ പറയും ദാറ്റ്സ് ഓക്കെ, പക്ഷെ ഇനി പറ്റരുത്, അതാണ് കണ്ടീഷൻ. അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ആ പാർട്ട്ണറാണ് തീരുമാനിക്കേണ്ടത്. ആരാണോ എന്താ പറയുക ചീറ്റ് ചെയ്തത് അയാളല്ല, ചീറ്റ് ചെയ്യപ്പെട്ട പാർട്ട്ണർക്കാണ് അവിടെ അപ്പർ ഹാൻഡ്. അവർ മ്യൂച്വലി ഇതിനെ ഡിസ്കസ് ചെയ്ത് കുറേ കാര്യങ്ങൾ ഇത്ര കാലത്തേക്ക് ഇങ്ങനെ ആയിരിക്കണം, അപ്പോൾ ട്രസ്റ്റ് പിന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് മ്യൂച്വലായിട്ട് പോകാൻ പറ്റും. ചില സമയത്ത് പറയുകയും ചെയ്യും നോ എനിക്കൊരു പറ്റില്ല, അപ്പോൾ അത് ഓക്കെ ഫൈൻ, ആ റെസ്പെക്റ്റ് വെച്ചിട്ട് പിരിയുന്ന ആളുകളുണ്ട്. അപ്പം അതിന് നമ്മളിങ്ങനെ പണ്ടത്തെ പോലെ അങ്ങനെ ചതിച്ച അങ്ങനെയൊന്നും ഇപ്പോൾ ഇല്ല, കംപ്ലീറ്റ് ആയിട്ട് ഇല്ലെന്ന് ഞാൻ പറയില്ല. പക്ഷെ എന്നാലും കുറച്ചും കൂടിയൊക്കെ അത് എന്താ പറയുന്നത് മാറ്റാൻ പറ്റുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ. രണ്ടുപേരും കുറച്ചുകൂടിയൊക്കെ ഓപ്പൺ ആണ്. ഫൈനലി ഇപ്പം നമ്മുടെ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുകയാണ്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഒരു പാർട്ട്ണറിന് അറിയാം എനിക്കിത് ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല, ഞാൻ ഓക്കെ അല്ല, എനിക്ക് എന്തായാലും ഇത് എൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എങ്കിലും അത് എൻഡ് ചെയ്യുമ്പോഴും അവിടെ അത്രയും വലിയൊരു സങ്കടം ഉണ്ടാവുകയാണ്. യെസ്, ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവുകയാണ്. തീർച്ചയായിട്ടും അതെ. ഇത് എന്താ പറയുന്നത് എല്ലാ റിലേഷൻഷിപ്പിലും ഇതുണ്ട്. അതായത് ഇപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കല്യാണം കഴിക്കുന്നില്ല, അല്ലെങ്കിൽ ഒത്തിരി ഇൻറ്റിമേറ്റ് ആവുന്നില്ല, അല്ലെങ്കിൽ കല്യാണം കഴിച്ചു കുട്ടികളുണ്ട്, എല്ലായിടത്തും റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവുന്നുണ്ട്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് അത് ഉണ്ടാകും, അത് നോർമലാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യുക. എനിക്കൊരു സങ്കടവും ഇല്ല, ഇത് ഭയങ്കര ഓക്കെയാണ്, ഇറ്റ്സ് ഫൈൻ എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. മനസ്സിലാവുണ്ടോ? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഒരു നോർമൽ കാര്യം. നിങ്ങൾ ഒരാളെ ഒത്തിരി കാലം സ്നേഹിച്ചു, നിങ്ങളെല്ലാം ഷെയർ ചെയ്തു, എന്നിട്ട് അത് പോകുമ്പോൾ എന്ന് പറയുന്നത് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ. സോ അക്സെപ്റ്റ് ദാറ്റ് യു ആർ സാഡ്, നിങ്ങൾക്ക് സങ്കടമുണ്ട്, നിങ്ങൾ ഓക്കെ അല്ല, അത് മനസ്സിലാക്കി നിങ്ങളെ ഓക്കെ ആക്കാൻ ഒരു സമയമെടുക്കുക. നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ ബ്രേക്കപ്പിൽ വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷട്ട് ഓഫ് ചെയ്യണം. അപ്പം റിലേഷൻഷിപ്പിൻ്റെ ബ്രേക്കിൽ നിങ്ങൾക്കൊരു ഇമോഷണൽ ഒരു ബ്രേക്ക് ഉണ്ടായി എന്നുള്ളത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം. ഷട്ട് ഓഫ് ചെയ്യരുത്. അതിപ്പോൾ അത് അവൾ പോയി അല്ലെങ്കിൽ അവൻ പോയി അങ്ങനെ എടുക്കേണ്ട ഒരു കാര്യമല്ല അത്. ടേക്ക് ടൈം, ഹീൽ യുവർ സെൽഫ്, റിപ്പയർ യുവർ സെൽഫ് ആൻഡ് ദെൻ മൂവ്. അതിപ്പോൾ എല്ലാ റിലേഷൻഷിപ്പിലും അതെ. അങ്ങനെ ഒരു എന്താ പറയുക ഇങ്ങനെ മാറുന്നൊരു സാധനം അല്ല അത്. ഇഷ്യൂസ് ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് തന്നെ സങ്കടങ്ങളുണ്ടാകും, ചില സമയത്ത് നമുക്ക് ബ്രേക്കപ്പ് പോയിൻറ്റ്സ് ഉണ്ടാകും, അതിൻ്റെ കൂടെ ഇരിക്കുക. പക്ഷേ എനിക്ക് ഒരു ലൈൻ പോലെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സങ്കടത്തിന് ഞാൻ ഇത്രയും സമയം കൊടുക്കും എന്ന് നിങ്ങൾ ഡിഫൈൻ ചെയ്യണം. എനിക്കൊരു റിലേഷൻഷിപ്പിൻ്റെ ബ്രേക്ക് ഉണ്ടായി, എനിക്ക് കാലാകാലങ്ങളോളം ഇത് ഓർത്ത് ചെയ്യാനുള്ള സമയമില്ല, പക്ഷെ ഇതിന് ഓക്കെ ആവാൻ എനിക്ക് ഇത്രയും സമയം കൊടുത്തിട്ടുണ്ട്. അത് 1 കൊല്ലമാകാം, 10 കൊല്ലമാവാം, ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഓക്കെ. പക്ഷെ ആ 10 കൊല്ലം കൊണ്ട് നിങ്ങൾ ഓക്കെ ആവണം. 10 കൊല്ലം കഴിഞ്ഞിട്ടും പിന്നെ ഇത് ആലോചിച്ചിട്ട് വിങ്ങിപ്പൊട്ടി ഇരിക്കരുത്. അതിന് നിങ്ങൾ ഈ ഒരു ടേക്ക് ഹെൽപ്പ് എന്ന് പറയുമ്പോൾ പ്രൊഫഷണൽ മാത്രമല്ല ബാക്കി എല്ലാ രീതിയിലുള്ള ഹെൽപ്പും എടുക്കുക, മൂവ് ഓൺ ചെയ്യുക. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് അക്സെപ്റ്റ്, നോർമലാണ് ടു ഫീൽ ഇമോഷൻസ്, യു ആർ വെരി ഹ്യൂമൻ. അതുകൊണ്ടാണ് ഇമോഷൻസ് മനസ്സിലാവുന്നത്. അതിപ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക, അതിൻ്റെ കൂടെ ഇരിക്കുക, എന്നിട്ട് ഓവർകം ചെയ്ത് പോവുക, അത്രേ ഉള്ളൂ. അപ്പോഴാണ് റിലേഷൻഷിപ്പിൽ നമുക്ക് ബ്യൂട്ടിഫുള്ളി എൻഡ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മൾ ബ്ലെയിം ചെയ്യും, നീ അന്ന് പോയില്ലായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ സംഭവിക്കില്ലായിരുന്നു. അപ്പം അങ്ങനെ യു വോണ്ട് ബ്ലെയിം ഇറ്റ് ഇഫ് യു സിറ്റ് വിത്ത് യുവർ ഇമോഷൻ ആൻഡ് ഹീൽ പ്രോപ്പർലി. സോ ഹീൽ പ്രോപ്പർലി ബിഫോർ യു മൂവ് ഓൺ, ഇത്രേ ഉള്ളൂ. എക്സാക്ട്ലി. അപ്പോൾ എന്തായാലും നമ്മൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിച്ചു, ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ സംസാരിച്ചു. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്.
അതെ, താങ്ക് യു സോ മച്ച് ജിംന. ഓക്കെ, അപ്പോൾ ശരി. ശരി.